നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് പഞ്ഞാറമൂടാണ്. നമുക്കിന്ന് നല്ലൊരു ലക്ഷറി വീട് സെയിലായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ് സെയിലായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് 6.2 സെൻറ്റിൽ 3300 സ്ക്വയർ ഫീറ്റിലാണ് വന്നിരിക്കുന്നത്. അതായത് അത്രയും വലിയൊരു ലക്ഷറി വീടാണ് നമ്മുടെ ഈ ഒരു വീട്. നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കുടപ്പനക്കുന്നിന് സമീപമായിട്ടാണ്. കുടപ്പനക്കുന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് ഇവിടുത്തെ തടിയെല്ലാം പ്ലാവിൽ തീർത്തിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് മുഴുവൻ ചുടുകല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ദിശയിലാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് വലിയ വണ്ടികൾക്കെല്ലാം പാർക്ക് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള സ്പേസ് എല്ലാം നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടിൽ നമുക്ക് ഹോം തിയേറ്റർ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഒരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു രീതിയിലൊക്കെ ലക്ഷറി വീട് നോക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു വീട് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് കളക്ടറേറ്റ് പോകാൻ വളരെ എളുപ്പമാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സെൻറ് തോമസ് സ്കൂള്, അതുപോലെ തന്നെ പേരൂർ കട, അതുപോലെ തന്നെ നമുക്ക് കുടപ്പനക്കുന്ന് ജംഗ്ഷൻ, അതുപോലെ തന്നെ നമുക്ക് ശാസ്തമംഗലം എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അത്രയും അക്സസിബിലിറ്റി ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ. നമുക്ക് ഈ ഒരു വീടിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് 2 കാർ പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഒരു കാർ പാർക്കിംഗ് ഏരിയ വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റൊരു കാർ പാർക്കിംഗ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഗേറ്റ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ഗേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തും നമുക്കൊരു ഗേറ്റ്, അതായത് ടോട്ടൽ 3 ഗേറ്റ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നു. നമുക്ക് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വണ്ടികൾക്ക് സുഖമായിട്ട് കാർ പാർക്ക് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു ഏരിയ വരുന്നു. കൂടാതെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാർ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ കാർ പാർക്കിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് 2 സെപ്പറേറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്ത് ചെറിയ കാർ പാർക്ക് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് വലിയ എക്സ്യൂവിയോ ഇന്നോവയോ അതുപോലത്തെ ഒരു വലിയ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു രീതിയിൽ പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഗേറ്റ് വരുന്നത് സ്ലൈഡിങ് ഗേറ്റാണ്. ഈ ഒരു ഭാഗത്തെ ഗേറ്റ് വരുന്നത് സ്ലൈഡിങ് ഗേറ്റാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഗേറ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോർപ്പറേഷൻ്റെ പൈപ്പ് കണക്ഷനാണ് വരുന്നത്.
കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള ഒരു പുല്ല് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ല ഒരു ഗ്രീനറി നൽകുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തും വീടിൻ്റെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈനിലുള്ള ഒരു ഭാഗമാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും, അതായത് ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഈ ഒരു സൈഡിലും നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഇവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നല്ല ഒരു ക്വാളിറ്റിയിലുള്ള പ്രീമിയം ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ളൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നത്. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. എല്ലായിടത്തെയും പോലെയല്ല, നമുക്ക് നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ കിട്ടുന്ന ഒരു സിറ്റ് ഔട്ട് കൂടിയാണ് നമുക്ക് ഈ ഒരു ഭാഗം. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പ്ലാവിൽ തീർത്തിട്ടുള്ള തടിയാണ് വരുന്നത്. കൂടാതെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല വീതിയുള്ളൊരു കട്ടള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നല്ല ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ നമുക്ക് TV യൂണിറ്റ് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് തടി കൊണ്ടാണ് നമുക്കിവിടെ TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല ഡിസൈനും കാര്യത്തിലും എല്ലാം ചെടികളൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നുണ്ട്. അതായത് TV യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് കൂടി നമുക്കിവിടെ എല്ലാം വരുന്നു. കൂടാതെ ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ മനോഹരമാണ്. നമുക്ക് ഒരു വീട്ടിൽ കയറുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടുത്തെ നമുക്ക് ഫോൾ സീലിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിയിലുള്ള ഡിസൈനാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം പ്രീമിയം ക്വാളിറ്റി ലെവലിലുള്ളൊരു പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ലൈറ്റാണ്. വളരെ ഭംഗിയിലുള്ള ലൈറ്റാണ്. ഇതുപോലത്തെ ഒരു 4 ലൈറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇതുപോലത്തെ ലൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രകാശവും കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു.
നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ല ഒരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് നിർമ്മിച്ച് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാഷ് സ്പേസ് വരുന്നു. ഇവിടെ നമുക്കൊരു മുകളിലായിട്ട് ടച്ച് മിറർ ഗ്ലാസ് കൂടി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ, ഹാളിൻ്റെ ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ പെബിൾ ഗാർഡൻ ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് നമുക്ക് ഈ ഒരു രണ്ട് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീട് വരുന്നത് 3300 സ്ക്വയർ ഫീറ്റിൽ 6.2 സെൻറ്റിലാണ്. കൂടാതെ മുഴുവനായിട്ടും ചുടുകല്ലിലാണ് നമ്മുടെ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 BHK ഹൗസാണ്. താഴെ 2 ബെഡ്റൂം, അതുപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂം, കൂടാതെ താഴെ ഒരു കിച്ചൺ, അതുപോലെ തന്നെ ഒരു ഹാള്, ഒരു സിറ്റ് ഔട്ട് വരുന്നു. കൂടാതെ മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമിന് പുറമെ നമുക്ക് ഒരു കിച്ചൺ എക്സ്ട്രാ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു ഹോം തിയേറ്ററിന് പറ്റിയ ഒരു സ്പേസ് കൂടി മുകൾ ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു റൂമായിട്ട് വരുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് ജോൺസന്റെ 4x2 പ്രീമിയം ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിവിശാലമായിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ നമുക്ക് ഇവിടെ വാൾപേപ്പർ എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഭിത്തിയിലെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ എല്ലാം നമുക്ക് തടിയിലാണ് ഇവിടുത്തെ ഒരു അലമാര കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നതും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു സിറ്റിംഗ് ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇതെല്ലാം നമുക്ക് വുഡിൽ തീർത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ വരുന്നത്. കൂടാതെ നമുക്ക് ഇവിടുത്തെ ഫോൾ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കെല്ലാം നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി രീതിയിലുള്ള ഒരു ലൈറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്കിവിടെ വരുന്നു. ഇവിടെയും നമുക്ക് എല്ലാം തടിയിലാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ ഭാഗമെല്ലാം വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ഇവിടെ എല്ലാം നമുക്ക് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് സിസ്റ്റം വാൾ മൗണ്ട് രീതിയിലുള്ള സിസ്റ്റമാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ആയിട്ടുള്ള ജോൺസന്റെ പ്രീമിയം ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫോൾ സീലിംഗ് എല്ലാം വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു റൂമിന് ഫുള്ളും വൈറ്റ് കളറാണ് വരുന്നത്. എങ്കിലും ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു കളർ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു അലമാര കൂടി വരുന്നുണ്ട്. വുഡിൽ തീർത്തിട്ടുള്ള അലമാരയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. താഴേക്ക് എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. കൂടാതെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് വാൾ മൗണ്ട് രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ബാത്റൂമിനും വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ജാഗോറിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസുമാണ് ഇവിടെ എല്ലാം വരുന്നത്. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ളൊരു ഓപ്പൺ കിച്ചൺ ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ എല്ലാം നമുക്ക് തടി കൊണ്ടാണ് ഇവിടെ എല്ലാ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് 2x4 ജോൺസന്റെ പ്രീമിയം ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിനി കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇവിടെ എല്ലാം വരുന്നത്. ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു തടിയിലാണെന്ന്. എങ്കിൽ കൂടി നമുക്കിവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു ഈ ഒരു ഭാഗത്തായാലും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജ് സ്പേസാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടി നല്ലൊരു സ്റ്റോറേജ് ഏരിയ സാധനങ്ങളൊക്കെ കിച്ചണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കൊരു വാഷ് ബേസ് വരുന്നത്. നമുക്ക് വാട്ടറിൻ്റെ സ്പീഡെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം കഴുകാനായിട്ട് കഴിയും. ആ രീതിയിലുള്ളൊരു മോഡേൺ രീതിയിലുള്ളൊരു പൈപ്പ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത്.
നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ല ഡിസൈനിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസിൻ്റെ സൈഡിലെല്ലാം നമുക്ക് തടിയാണ് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ ഒരു ഭാഗമാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസിൽ നിന്ന് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വരുന്ന ഈ ഒരു ഏരിയ വളരെ മനോഹരമായിട്ടുള്ള കളറിലും ഡിസൈനിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു കലാപരമായിട്ടുള്ള രീതിയിലുള്ളൊരു സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ മുകൾ ഭാഗത്ത് നല്ലൊരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് നമുക്ക് ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് ലൈറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ലഭിക്കും. അവിടെ നിന്ന് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. കൂടാതെ വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഡിസൈനും കൂടെ ആകുമ്പോൾ ടോട്ടലി അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത്. ഓക്കെ, മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് ഇവിടെ 2 ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. നമുക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് ഹോം തിയേറ്റർ വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു റൂം കൂടി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ആണ് ഹോം തിയേറ്ററിനുള്ള സ്പേസ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഹോം തിയേറ്റർ വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഹോം തിയേറ്ററിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എല്ലാം വയ്ക്കിച്ച് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തിരുന്നാണ് നമുക്കൊരു വിഷ്വൽ ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗം വരുന്നത്. ഇതൊക്കെ നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഏതൊരു രീതിയിൽ വേണോ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും, കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമുക്ക് ഒരു പ്രീമിയം ലെവലിലാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എത്ര ബഡ്ജറ്റാണ് ആ രീതിയിൽ നമുക്ക് ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഒരു പണി ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സോഫ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് ഇടാം. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ രീതിയിലുള്ളൊരു കസേരയാണ് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അതും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും.
നമുക്കൊരു ഹോം തിയേറ്ററിന് പറ്റിയൊരു റൂമാണ് ഈ ഒരു റൂമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് വെളിയിലേക്കൊരു എൻട്രി ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു എൻട്രിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി സൈഡ് കൂടി നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ഉള്ള ഒരു ബാൽക്കണി സൈഡാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പം നമുക്ക് രാത്രിയൊക്കെ എല്ലാം പുറത്ത് കാഴ്ചകളൊക്കെ എല്ലാം കാണുന്നതിന്, സിനിമയൊക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാനായിട്ട് കഴിയും. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് ലഭിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു കളറാണ് നമുക്ക് ഈ ഒരു ഭിത്തിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇവിടുത്തെ ഫോൾ സീലിംഗ് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം വൈറ്റ് കളർ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എല്ലാം വരുന്നത് വാൾ മൗണ്ട് രീതിയിലുള്ള ടോയ്ലറ്റ് സിസ്റ്റമാണ് ഇവിടെ എല്ലാം വരുന്നത്. ഇവിടെ 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്, ജോൺസന്റെ വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ബാൽക്കണി സൈഡിലേക്കുള്ള എൻട്രി കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതായത് നമുക്ക് ബാൽക്കണി സൈഡിലേക്ക് പോകും. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. കൂടാതെ നമുക്കിവിടത്തെ കളറെല്ലാം വൈറ്റ് കളർ പെയിൻ്റാണ് വരുന്നത്. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കളർ കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ ഇതിൻ്റെ മുകളിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം വളരെ മനോഹരമാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫോൾ സീലിംഗിലെ ലൈറ്റ് എല്ലാം വളരെ നല്ല ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ എല്ലാം ബ്രാൻഡഡ് ക്വാളിറ്റീസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടുത്തെ വാൾ മൗണ്ട് രീതിയിലുള്ളൊരു സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിൻ്റെ സിസ്റ്റത്തിൽ വരുന്നത്.
നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 ബെഡ്റൂമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോം തിയേറ്ററിൻ്റെ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു വശത്ത് ഒരു ചെറിയൊരു കിച്ചൺ ഭാഗം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കിച്ചൺ സൈഡ് കൂടി നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ മുകൾ ഭാഗത്തെ ഒരു കിച്ചൺ ഏരിയ. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്പേസ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പണി തീർന്നിട്ടില്ല, കുറച്ച് ഭാഗം കൂടി നമുക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ എല്ലാം കാണാം. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു ചെടി കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഇവിടെ നമുക്ക് ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയിലുള്ള ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. ഈ ഒരു ബാൽക്കണി സൈഡിലേക്ക് എത്താൻ 2 ഡോറുണ്ട്. അതായത് മുകൾ ഭാഗത്തെ ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് എൻട്രി ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തെ ഈ ഒരു സ്പേസിൽ നിന്ന്, അതായത് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ബാൽക്കണി സൈഡിലേക്ക് എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ലക്ഷറി വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.